മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇന്നും പ്രതിഷേധമാണ് നമ്മൾ കണ്ടത്. യുവമോർച്ചയും RYF-ഉം നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പോലീസും പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളിയുണ്ടായി. ദിലീപ് ദേവസ്യം നൽകും വിവരങ്ങൾ. ദിലീപ്, ഇന്നും ഒരു പ്രതിഷേധത്തിന്റെ മൂടായിരുന്നു തിരുവനന്തപുരത്ത്. വലിയ രീതിയിൽ പ്രതിഷേധം നമ്മൾ കണ്ടു. യുദ്ധക്കളമാകുന്ന സാഹചര്യമാണ് കണ്ടത്. ആർക്കെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടോ? എന്താണ് വിവരങ്ങൾ? വിനീത, പ്രതിഷേധത്തിന്റെ പൂരപ്പറമ്പായിരുന്നു ഇന്നും സെക്രട്ടേറിയറ്റിന്റെ പരിസരമുണ്ടായത്. രാവിലെ RYF നടത്തിയ പ്രകടനത്തിന് നേരെ പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. മുഖ്യമന്ത്രി രാജിവെക്കുക, ക്രമസമാധാന ചുമതലയുള്ള ADGP MB അജിത് കുമാറിനെ പുറത്താക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഇന്ന് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത്. ആദ്യം നടത്തിയ മാർച്ചിൽ RYF-ന്റെ RSPയുടെ സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത്. ഷിബു ബേബി ജോൺ പറഞ്ഞത് അധോലോകത്തിൻ്റെ ഇടനാഴിയായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. പിന്നീടായിരുന്നു പ്രവർത്തകർ ബാരിക്കേഡ് ഉന്തി മറയ്ക്കാൻ ശ്രമിച്ചതും പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായത്. പിന്നീട് പോലീസ് 2 തവണ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. ശേഷമായിരുന്നു യുവമോർച്ച പ്രവർത്തകർ സമാനമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് യുവമോർച്ച പ്രവർത്തകർ പ്രകടനമായി എത്തിയത്. യുവമോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധം ഏകദേശം 3/4 മണിക്കൂർ നിലനിന്നു. ഈ സമയത്തെല്ലാം തന്നെ ഈ പ്രദേശത്ത് ഗതാഗതക്കുരുക്കും അതോടൊപ്പം തന്നെ വലിയൊരു പോലീസ് സന്നാഹവും ഉണ്ടായിരുന്നു. ഈ ഏറെ നേരം ഈ പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയും ചെയ്തു. 5 തവണയാണ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. 2 പ്രവർത്തകർ, ഈ 2 സമരങ്ങളിലും 2 പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്നു. ആദ്യത്തെ സമരത്തിൽ RYF പ്രവർത്തകനും രണ്ടാമത്തെ സമരത്തിൽ യുവമോർച്ച പ്രവർത്തകനും പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ പ്രഫുൽ കൃഷ്ണയുടെ നേതൃത്വത്തിലായിരുന്നു ഇന്നും സമരം നടന്നത്. വരും ദിവസങ്ങളിലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമാനമായ ആവശ്യം, മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധമുണ്ടാകും. വിനീത.